നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ ക്യാമ്പ് നൗവിലേക്കുള്ള തിരിച്ചുവരവ് എപ്പോഴുണ്ടാകും? ക്യാമ്പ് നൗ ഇപ്പം നമുക്കറിയാം ഫേസ് ലിഫ്റ്റിലാണുള്ളത്. അവിടെ വെച്ച് നവീകരിച്ച ക്യാമ്പ് നൗവില് ഇന്റർ മയാമിയും FC ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുമോ? മെസ്സിയുടെ തിരിച്ചുവരവ് അങ്ങനെയെങ്കിൽ എന്നുണ്ടാകും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആരാധകരുടെ മനസ്സിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്റർ മയാമിയുടെ ഓപ്പറേഷൻസ് ഹെഡായിട്ടുള്ള സാവിർ അസൻസി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോവുകയാണ്. മുണ്ടോ ഡിപ്പോർട്ടിയോയുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇത് ഒരു മാറ്റർ ഓഫ് ടൈമിംഗ് ആണ്. സാവിർ അസൻസി പറയുകയാണ്, അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഇന്റർ മയാമിയുടെ. അദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും ഇതൊരു മാറ്റർ ഓഫ് ടൈമിംഗ് ആണ്. 2020 ടൂർ മാച്ചിന്റെ ഭാഗമായിട്ട് ബാഴ്സലോണയും ഇന്റർ മയാമിയും തമ്മിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ആ ഒരു സമയത്ത് ലീഗ്സ് കപ്പ് വരികയാണ്. ഈ യൂറോപ്യൻ ടീമുകളൊക്കെ പ്രീ സീസൺ കളിക്കുന്ന സമയത്ത് MLS ടീമുകൾക്ക് ലീഗ്സ് കപ്പ് വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്തൊരു ഫ്രണ്ട്ലി കളിക്കാനുള്ള അവസരമില്ല. ഇനി ജനുവരി അല്ലെങ്കിൽ ഡിസംബർ എന്ന് പറയുമ്പോൾ അത് കലണ്ടറിൽ എങ്ങനെ ഫിറ്റ് ആവും എന്നുള്ളത് എനിക്കത്ര വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. ജനുവരി അല്ലെങ്കിൽ ഡിസംബർ എന്നൊക്കെ പറയുന്നത് MLS മത്സരങ്ങൾ അവസാനിച്ചിട്ടുണ്ടാവും. പക്ഷേ FC ബാഴ്സലോണയ്ക്ക് അവരുടെ സീസണിന്റെ പകുതിയിലായിരിക്കും ഒപ്പം നിൽക്കുന്നുണ്ടാവുക. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മത്സരം അറേഞ്ച് ചെയ്യാൻ FC ബാഴ്സലോണ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ സംഭവിക്കാം, പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെൻ ഇറ്റ് ഈസ്. എപ്പോൾ അത് നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പം ആ ഒരു വിൻഡോ എപ്പോൾ ഓപ്പണായി ലഭിക്കും, അങ്ങനെ കളിക്കുള്ളൊരു സമയം എപ്പോൾ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്കൻ സീസൺ നമുക്കറിയാം ഡിസംബറോടുകൂടി അവസാനിക്കും. അതേസമയം ബാഴ്സലോണയാണെങ്കിൽ 2024-25 സീസണിന്റെ മിഡിലായിരിക്കും ഉണ്ടാവുക. അത്തരമൊരു ഘട്ടത്തിൽ ഈ ഗ്ലാമർ ഫ്രണ്ട്ലി നടക്കാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പം ഇന്റർ മയാമി ക്യാമ്പ് നൗവിൽ വന്ന് കളിക്കുകയാണെങ്കിൽ ഒരുപാട് പഴയ ബാഴ്സ താരങ്ങൾ അവിടെ കളിക്കുന്നൊരു സ്ഥിതിവിശേഷം വീണ്ടും ഉണ്ടാകും. ലിയോ മെസ്സിയും ജോഡി ആൽബയും ബുസ്കറ്റ്സും ലൂയിസ് സുവാരസും ഒക്കെ ഒരുമിച്ച് അവിടെ ഇറങ്ങുകയാണെങ്കിൽ അത് ഒരു വല്ലാത്ത അനുഭവമായിരിക്കും ആരാധകർക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. ബാഴ്സലോണയിൽ 672 ഗോളുകളാണ് 778 മത്സരങ്ങളിൽ നിന്ന് ലിയോ മെസ്സി നേടിയിട്ടുള്ളത്. 10 ലാലിഗ കിരീടങ്ങളും 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും നേടാൻ അദ്ദേഹം ബാഴ്സയെ സഹായിച്ചിട്ടുമുണ്ട്. അപ്പം ഒരു ഫെയർവെല്ല് വേണ്ട വിധത്തിൽ ലിയോ മെസ്സിക്ക് കളിക്കളത്തിൽ വെച്ചൊരു ഫെയർവെല്ല് ബാഴ്സലോണ നൽകിയിട്ടില്ല. നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു അവസരം എന്ന രൂപത്തിൽ ക്യാമ്പ് നൗവിലെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് നവീകരിച്ച രൂപത്തിൽ സ്റ്റേഡിയം വീണ്ടും തുറക്കുമ്പോൾ മെസ്സിക്ക് ഒരു ഫെയർവെൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും എന്ന് തന്നെയാണ് ആരാധകരും വിശ്വസിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.